നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജൂബിലി തേവർപ്പടവ് പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൊയ്ത്തുത്സവം നടത്തി. തേവർപ്പടവിൽ കൈപ്പുറത്താണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കാൽമുട്ടിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിക്ക് കാഴ്ച നഷ്ടമായ സംഭവത്തിൽ ചേർപ്പിൽ കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം. കോൺഗ്രസ് കോടന്നൂർ വെങ്ങിണിശ്ശേരി മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്തി. വെങ്ങിണിശ്ശേരി കോടന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ജൂബിലി തേവർപ്പടവ് പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൊയ്ത്തുത്സവം നടത്തി. തേവർപ്പടവിൽ കൈപ്പുറത്താണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. CC മുകുന്ദൻ MLA മുണ്ടകൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ നെല്ലിൻ്റെ വിലയും അതുപോലെ നെല്ലെടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ എല്ലാ പടവലും ഇതൊരു വലിയ വിഷയമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അപ്പോഴാണ് നമ്മുടെ തേവർപ്പടവ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പഠിക്കാനും അതുമായി പറയാനുള്ള അവസരം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അകത്ത് മന്ത്രി നമ്മളോട് പറഞ്ഞതെന്ന് നമ്മുടെ നെല്ല് സംഭരിക്കാനുള്ള എല്ലാവിധ നടപടികളും സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ കമ്പനിയോടൊക്കെ പറഞ്ഞ് കൃത്യമായി നെല്ല് എടുത്ത് നമ്മുടെ കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. കൂടാതെ ഒരു കിലോ നെല്ലിന് 30 രൂപ വെച്ച് തരാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ സർക്കാർ നിർദ്ദേശിച്ചത് പൈസ കിട്ടാത്ത ഈ 2 പോയിന്റുകളൊക്കെ മജീദൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൈസ കിട്ടണ്ടേ? പൈസ കിട്ടിയിരുന്ന് പുതിയ എന്താ പറയുക എല്ലാ ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്നിരുന്ന് ജാഥയ്ക്ക് നിൽക്കുന്ന പോലെ ആൾക്കാരൊക്കെ ചെന്ന് വരിയുന്ന പൈസ കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് മന്ത്രിയോട് പറയാണ്ടായി. മന്ത്രി അത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ബഡ്ജറ്റിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെല്ല് കൃത്യമായുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടി സ്വീകരിക്കാം. പിന്നെ നെല്ലിൻ്റെ വില ഇപ്പോൾ കിട്ടുന്ന പാശ് കൊണ്ടുപോയി നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇന്ന ബാങ്കിലെ തരാറ്. അപ്പോൾ അത് വേണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചത്. അത് നമുക്ക് കേരള ബാങ്ക് ആ കേരള ബാങ്ക് മുഖേന പൈസയ്ക്ക് വല്ല തടസ്സം ഉണ്ടാകുന്ന ബാങ്ക് മുഖേന എല്ലാവിധ സാമ്പത്തിക ഇടപെടലും നടത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജൂബിലി പടവ് പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയൽ അധ്യക്ഷനായി. എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം കുറേ പേര് കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരെ നമ്മൾ വീണ്ടും കണ്ട് സംസാരിച്ച് കൃഷി ഇറക്കാൻ പ്രാപ്തരാക്കി നിർത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം നല്ല രീതിയിൽ കൃഷി ഇറക്കി നല്ല നെല്ലാണ് ഇപ്രാവശ്യം ഉള്ളത്. പക്ഷേ നല്ല നെല്ല് കർഷകർ കൃഷി ഇറക്കി നല്ല നെല്ല് കൊയ്തെടുക്കുമ്പോൾ തന്നെ അത് കൊയ്തെടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് കമ്പനി സപ്ലൈക്കും കമ്പനിയും ആയിട്ട് നെല്ല് സംഭരിക്കുന്ന കമ്പനികളുമായിട്ട് നിരന്തരം പ്രശ്നത്തിലാണ്. ഇപ്പോൾ നമ്മൾക്ക് ജൂബിലി തേവർപ്പടവിൻ്റെ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി സപ്ലൈകോ മുഖേന കമ്പനിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് 3 കമ്പനിയാണ്. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് കമ്പനി അലൗട്ട് ചെയ്തതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കമ്പനിക്കാരെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ജൂബിലി തേവർപ്പടവിൻ്റെ കമ്മിറ്റി മെമ്പർമാരും ഈ തെരഞ്ഞെടുത്ത സപ്ലൈകോ നമ്മൾക്ക് തന്നിട്ടുള്ള 3 കമ്പനിക്കാരും നമ്മൾ ഒരുമിച്ച് വിളിച്ചൊരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ വർഷം കൊയ്ത് തുടങ്ങിയ പാടശേഖരങ്ങളിലൊക്കെ തന്നെ നെല്ല് കൊയ്ത് ടർപ്പായിൽ തട്ടി ഉണക്കി ചാക്കിലാക്കുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാർ അതുമായി ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരു കാരണവശാലും അത് സമ്മതിക്കാൻ പറ്റില്ല. മുൻകാലങ്ങളിലൊക്കെ കൊയ്ത് നേരെ ചാക്കിലാക്കി നല്ല രീതിയിലാണ് ഇവിടുന്ന് നെല്ല് സംഭരിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. കോൾ കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് പറപ്പൂക്കര ഡിവിഷൻ അംഗം അമ്പിളി വേണു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17, 18 വാർഡ് മെമ്പർമാരായ PH ഉമ്മർ, MH സജീർ, കൃഷി ഓഫീസർ S ഹർഷിത, TN ഉണ്ണികൃഷ്ണൻ, പടവ് ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കാൽമുട്ടിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിക്ക് കാഴ്ച നഷ്ടമായ സംഭവത്തിൽ ചേർപ്പിൽ കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം.
നെഞ്ചിനുള്ളിൽ കത്രിക വെച്ചും ആരോഗ്യവകുപ്പ് ഉലയുമ്പോൾ നാണമില്ല വീണ ജോർജ്. സർക്കാർ ആശുപത്രികളിലെ തുടർച്ചയായ ചികിത്സാ പിഴവാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണമായത്. ആരോഗ്യമേഖലയിലെ അഴിമതിയും കെടുകാര്യസ്ഥതയിലും ചികിത്സാ പിഴവുകളിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് കണ്ണുകൾ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ബാലു കനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു പനി വന്നാലോ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഗവൺമെന്റ് ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ പനിക്ക് ചികിത്സിക്കേണ്ടതിന് പകരം വയറുവേദനയ്ക്ക് ചികിത്സിക്കുന്ന ഒരു സാഹചര്യം. വയറുവേദന വന്നാൽ അതിന് ചികിത്സ കൊടുക്കേണ്ടയിടത്ത് പനിക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു സാഹചര്യം. കാൽമുട്ടുവേദനയുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ണിന് ചികിത്സ കൊടുക്കുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ആ ശസ്ത്രക്രിയ നടത്താൻ ഒരു ഡോക്ടർമാരും ഇല്ലാത്ത സാഹചര്യം. അഥവാ ഏതെങ്കിലും ശസ്ത്രക്രിയ നടത്താൻ ഏതെങ്കിലും ഡോക്ടർമാർ തയ്യാറായാൽ അത് കൃത്യമായി നടത്താതെ വയറിന് ശസ്ത്രക്രിയ നടത്തുന്നതിന് പകരം കാൽമുട്ടിന് ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥിതിവിശേഷം. അഥവാ കൃത്യമായി വയറ് മുറിച്ച് വയറുവേദനയ്ക്ക് ഒരു ശസ്ത്രക്രിയ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ സാമഗ്രികൾ വയറിനുള്ളിൽ തുന്നിച്ചേർക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അഥവാ ഏതെങ്കിലും തരത്തിൽ കൃത്യമായി ഏതെങ്കിലും ഡോക്ടർമാർ ചികിത്സ നടത്താൻ തയ്യാറാണെങ്കിൽ ഓപ്പറേഷൻ ആവശ്യമായ സാമഗ്രികൾ രോഗികൾ തന്നെ മേടിച്ചു കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിവിശേഷം. അത്തരം സാഹചര്യത്തിൽ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചില ജനാധിപത്യ രീതിയിലുള്ള സമരമുറകൾക്ക് തയ്യാറാവേണ്ടി വരും. മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, ഇന്ന് 10 വർഷക്കാലം തികയ്ക്കാൻ പോകുന്ന പിണറായി സർക്കാർ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ സർക്കാർ ഇവിടെ നിന്നും വിടവാങ്ങാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തെ പത്രം എടുത്തു നോക്കിയാൽ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗർഭാശയവുമായി യൂട്രസുമായി ബന്ധപ്പെട്ട് സർജറിക്ക് വിധേയമായ സ്ത്രീയുടെ ഈ സർജറി നടത്തുമ്പോൾ കത്രിക മൂത്രാശയവുമായി ബന്ധപ്പെട്ട സഞ്ചിയിൽ തട്ടുകയും മൂത്രം നമ്മുടെ വയറിനുള്ളിൽ നിറയുകയും അങ്ങനെ ഗുരുതരാവസ്ഥയിൽ നിന്ന് ആ സ്ത്രീയെ അവിടെ നിന്നും ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഈ അടുത്ത കാലത്ത് എന്നും നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്ന ആളുകൾക്കുണ്ടായ ദുരിത കാഴ്ചകൾ നമ്മൾ ദിനംപ്രതി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ KR പിയൂസ്, പ്രദീപ് വലിയങ്ങോട്ട്, ബൈജു സെന്റ് ജോൺ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഷമീർ വലിയകത്ത്, ഷിനോ മുത്തുള്ളിയാൽ, പ്രവീൺ അഞ്ചേരി, ബിസ ജിജേഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് കോടന്നൂർ വെങ്ങിണിശ്ശേരി മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്തി. വെങ്ങിണിശ്ശേരി കോടന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സുനിൽ ലാലൂർ പ്രതിഷേധ മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോടന്നൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ വെങ്ങിണിശ്ശേരി റോഡ് നന്നാക്കണം, അത് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തി, മാർച്ച് നടത്തി, വെങ്ങിണിശ്ശേരിയിൽ നിന്ന് കോടന്നൂർ വരെ മാർച്ച് നടത്തിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും കൃത്യമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതൊരു ജനീയമായ കാര്യമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ജനങ്ങൾക്കാണ്. തീർച്ചയായും ഇതൊരു ജനമുന്നേറ്റമാണ്. ഈ പ്രദേശത്ത് നിരവധി ആളുകൾ ഈ റോഡുമായി സഞ്ചരിക്കുമ്പോൾ വീണ് കിടക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാനിടയായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെങ്ങിണിശ്ശേരി പള്ളിയുടെ തൊട്ടടുത്ത് ഒരു കുളമായിട്ടാണ് കിടക്കുന്നത്. പലപ്പോഴും ഒരു കുളത്തിൻ്റെ പ്രതീതിയാണ്. വഞ്ചി ഉണ്ടായാൽ സഞ്ചരിക്കാവുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രദേശങ്ങൾ തീർച്ചയായും വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രതീതിയാണ്.
സ്വാഭാവികമായി വെങ്ങണിശ്ശേരി പ്രദേശത്ത് കൂടി കോടന്നൂരിൽ നിന്ന് ഫൗണ്ടിൻ്റെ അവിടെ നിന്ന് വെങ്ങണിശ്ശേരി പ്രദേശം കഴിയുന്നവരെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക എന്നുള്ളത് ഇന്ന് വിഷമകരമായ ഒരു കാര്യമാണ്. DCC സെക്രട്ടറി TK പൊറഞ്ചു മുഖ്യപ്രഭാഷണം നടത്തി. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി ചിറയത്ത് അധ്യക്ഷനായി. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ആ റോഡ് ടാറിംഗ് നടത്തണമെങ്കിൽ ജലജീവന്റെ പൈപ്പ് ലൈൻ ഇപ്പോൾ ജലജീവന്റെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പകുതി ഭാഗം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. അതായത് ആറാട്ടുപുഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം വെങ്ങണിശ്ശേരി അയക്കുന്നതിലേക്ക് കൊണ്ടുവരിക, ഫിൽറ്റർ ചെയ്ത് വെള്ളം കൊണ്ടുവരിക. അത് വെങ്ങണിശ്ശേരിക്ക് എത്താനുള്ള പൈപ്പ് ലൈൻ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വെള്ളം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ ആ വെങ്ങണിശ്ശേരിയിൽ നിന്ന് വെള്ളം പൈപ്പ് ലൈൻ വഴി കോടന്നൂർ മേഖലയിലേക്കും അമ്മാടം ഭാഗത്തേക്കും കൊണ്ടുപോകണം. അതിനുള്ള അമ്മാടം ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കോടന്നൂർ ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ ഇതുവരെയും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി നമ്മളിപ്പോൾ ഇടപെടലൊക്കെ ഉണ്ടായി, കോൺഗ്രസിന്റെ ഇടപെടലോ അല്ലെങ്കിൽ മറ്റു ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ട് ടാറിംഗ് നടത്തുകയാണെങ്കിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ ആ റോഡ് ടാറിംഗ് റോഡ് വീണ്ടും വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇടേണ്ട അവസ്ഥ വരും. പാറളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിന്ദു അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പെല്ലിശ്ശേരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി ജൂബി, പഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ പള്ളിപ്പുറം, റോസ്മേരി അബീഷ്, റിൻസി ഷാബു, സന്തോഷ് കുമാർ സെൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിന്റെ 40ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സംസ്ഥാനത്തെ മികച്ച സ്കൂളിനുള്ള പ്രഖ്യാപനവും അവാർഡ് സമർപ്പണവും ചടങ്ങിൽ നടന്നു. നടൻ ഹിരോഷ് മോഹൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മെസ്സേജസ് ഇപ്പോൾ ഞാനങ്ങനെ ഒഫീഷ്യലൊന്നും പറയാനുള്ള ആളല്ല. എങ്കിലും 3 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. 3 വാക്കുകൾ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ നിന്ന് ആ വാക്കുകൾ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കേണ്ടതാണ്. വേറൊന്നല്ല, താങ്ക്സ്, സോറി, പ്ലീസ്. ഏതൊരു കാര്യത്തിനും താങ്ക് യു പറഞ്ഞ് ശീലിക്കുക. എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സോറി എന്ന് പറയാൻ മടിയില്ലാതെ പറയാൻ പഠിക്കുക. അതിലൊട്ടും നാണക്കേടില്ല. ചില ആളുകൾ പറയും ഞാൻ സോറി പറയില്ല എന്ന്. തെറ്റ് ചെയ്ത സോറി പറയണം. സോറി പറഞ്ഞുകൊണ്ട് നമ്മൾ താഴ്ന്നു പോകുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ തല ഉയർത്തി നിൽക്കണമെങ്കിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾക്ക് അറിവ് വേണം. അറിവുള്ളവൻ എപ്പോഴും തല ഉയർത്തി തന്നെ നിൽക്കാം, തല താഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലീസ്, നമ്മളെന്തെങ്കിലും ആരുടെ അടുത്ത് നിന്നെങ്കിലും വേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു തെറ്റില്ല. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും. ഇത് കുട്ടികൾക്ക് മെസ്സേജ് കൊടുക്കണമെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു എന്ന് മാത്രം. സംസ്ഥാനത്തെ മികച്ച സ്കൂളായി ശ്രീ ശങ്കര ശിശുവിദ്യാമന്ദിരം തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനവും അവാർഡ് വിതരണവും നോവൽറ്റി പബ്ലിക്കേഷൻ ഡയറക്ടർ ഡോക്ടർ CT വിൽസൺ നിർവഹിച്ചു. ചെയർപേഴ്സൺ CNN സ്കൂൾസ് മാനേജർ KG അച്യുതൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ കളിക്കട്ടെ. 2 മാസക്കാലം അവർ മാവിൻ്റെ ചോടയൊക്കെ മാമ്പഴം പറക്കിയും മണ്ണപ്പം ചുട്ടും പട്ടം പറത്തിയും അങ്ങനെ അവർ കൂട്ടുകൂടി ഉല്ലസിച്ച് നടക്കേണ്ട ഒരു കാലമാണ് വരുന്നത്. ഞാനത് സൂചിപ്പിക്കാൻ കാരണം, ഒരു കാരണവശാലും ഈ അവധിക്കാലം, അവർക്ക് അവകാശപ്പെട്ട ഈ അവധിക്കാലം നമ്മൾ കണക്കില്ലാത്ത ട്യൂഷനും പുതുപുത്തൻ കമ്പ്യൂട്ടർ കോഴ്സുകളും അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഓവർഡോസ് എന്ന് വേണേൽ പറയാം. ഇത് കുട്ടികളുടെ അന്നനാളത്തിലേക്ക് നമ്മൾ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കുത്തിയിറക്കുമ്പോൾ അവന് കൂട്ടുകൂടാനും ഉല്ലസിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുക.
മുഖ്യാതിഥിയായ ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MV വിനോദ് സ്പോർട്സ് ചാമ്പ്യന്മാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശ്രീ ശങ്കര ശിശുവിദ്യാമന്ദിരം പ്രധാനാധ്യാപിക BG രാഗി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. UKG വിദ്യാർത്ഥി തേജസ്വി അനീഷ് ആമുഖ വിവരണം നടത്തി. PTA പ്രസിഡന്റ് ഗോകുൽ രാജ, 8ാം വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ, വിദ്യാലയ സമിതി സെക്രട്ടറി TV ജയൻ, മാതൃസമിതി പ്രസിഡന്റ് ഹരിത ഗിരീഷ് കുമാർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് C വിജയൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി. ചൊവ്വൂരിൽ തെരുവു നായ്ക്കളെ ഭയന്ന് നാട്ടുകാർ. കാൽനട യാത്രികരായ 3 പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേറ്റു. ചൊവ്വൂർ സ്വദേശികളായ ചുങ്കത്ത് വീട്ടിൽ കൊച്ചു മാത്യു, മാളിയേക്കൽ വീട്ടിൽ റേച്ചൽ, പുല്ലോക്കാരൻ വീട്ടിൽ ചാക്കുണ്ണിയുടെ ഭാര്യ രാജി എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെ ചൊവ്വൂർ പള്ളിക്ക് സമീപത്ത് വെച്ചാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. തെരുവുനായയുടെ കടിയേറ്റ 3 പേരും ആദ്യം ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി. ആക്രമണകാരിയായ തെരുവുനായിയെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. തുടർന്ന് തെരുവുനായിയെ ചേർപ്പ് ഗവൺമെന്റ് മൃഗാശുപത്രിയിലേക്ക് മാറ്റി. ഇന്ദിരാ മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ പരമ്പരാഗത മോണ്ടിസോറി ഉപകരണങ്ങളുടെയും ഇതുവഴി വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ പഠനോപകരണങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. TTC വിദ്യാർത്ഥികളാണ് പ്രദർശനം ഒരുക്കിയത്. TTC വിദ്യാർത്ഥികളുടെ വൈവ പരീക്ഷയുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയെ കൂടുതൽ വിപുലമായി അടുത്തറിയുന്നതിന് പ്രദർശനം സഹായകരമായി. കൾച്ചർ, ലാംഗ്വേജ്, മാത്സ്, സെൻസോറിയൽ, പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഉപകരണങ്ങൾ തയ്യാറാക്കിയത്. കുട്ടികളുടെ സമയം കൂടുതൽ ക്രിയാത്മകമാക്കാൻ സഹായിക്കുന്ന വിജ്ഞാനപ്രദമായ പല രീതികളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പ്രദർശന പരിപാടിയിൽ പങ്കെടുത്തു. 34 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ഉത്തരവ് പ്രകാരം ജയിലിലടച്ചു. കയ്പമംഗലം സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള പ്രാൺ എന്ന എടത്തുരുത്തി പുളിഞ്ചുവട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ ജിനേഷാണ് ജയിലിലായത്. 6 മാസക്കാലത്തേക്കാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതി ജിനേഷ് മതിലകം കയ്പമംഗലം, കാട്ടൂർ, വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം, വീടുകയറി ആക്രമണം, ആയുധ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം, അടിപിടി, വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് കൈവശം സൂക്ഷിക്കുക, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ 34 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാൾ 3 തവണയാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾക്ക് വിധേയനായത്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും കയ്പമംഗലം SI TV ഋഷി പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, പ്രജിത്ത്, രജനീഷ്, CPO വിശാഖ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. ഓപ്പറേഷന് കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ തുടരുകയാണ് റൂറൽ ജില്ലാ പോലീസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,465 രൂപ, പവന് 1,23,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജൂബിലി തേവർപ്പടവ് പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൊയ്ത്തുത്സവം നടത്തി. തേവർപ്പടവിൽ കായ്പുറത്താണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കാൽമുട്ടിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിക്ക് കാഴ്ച നഷ്ടമായ സംഭവത്തിൽ ചേർപ്പിൽ കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം. കോൺഗ്രസ് കോടന്നൂർ വെങ്ങണിശ്ശേരി മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്തി. വെങ്ങണിശ്ശേരി കോടന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.